കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടി തന്നുത്താളടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യം ആദിയുഷസ്സു ഇടർന്നു ഇവിടെ ആദിമനാഥ തരംഗമുണർന്നു. ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥ തരംഗമുണർന്നു. പ്രപഞ്ച ദർശന മൂല്യങ്ങൾ തൻ പ്രപഞ്ച ദർശന മൂല്യങ്ങൾ തൻ പ്രഭാത ദീപമുണർന്നു ഉണർന്നു ഉണർന്നു. ഓ സത്യശിവ സൗന്ദര്യതൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യം ആദിമഹസ്സു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു. ആദിമഹസ്സു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു. തപസമാതിദലങ്ങൾ വിടർന്നു തപസമാതിദലങ്ങൾ വിടർന്നു. പാണ്ഡവ കേളിയുണർന്നു ഉണർന്നു ഉണർന്നു. ഓ സത്യശിവ സൗന്ദര്യതൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യം ശിവം സുന്ദരം. ഗണേശ, ലോകം ചുറ്റാൻ പോകുന്നില്ലേ? വിളംബമരുത് ഗണേശ. മുരുകൻ ഇപ്പോൾ പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ടാവും. ഞാൻ മാതാപിതാക്കളെ വലം വെച്ചു കഴിഞ്ഞല്ലോ. നിങ്ങളെ വലം വെച്ചാൽ ജഗത്തിനെ വലം വെക്കുന്നതിന് തുല്യമല്ലേ? എന്താ, ഞാൻ വിജയിച്ചതായി അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നു ദേവി. കുമാരന്റെ ന്യായം ശരിക്കും അർത്ഥവത്താണ്. വിജയിച്ച കുമാരന് തന്നെ മാമ്പഴം കൊടുത്തേക്കൂ. ഹായ്, നല്ല മാമ്പഴം. മാതാവിനും പിതാവിനും പ്രണാമം. ഞാൻ പ്രദക്ഷിണം പൂർത്തിയാക്കി വന്നു കഴിഞ്ഞു. മാമ്പഴം നൽകിയാലും? പ്രദക്ഷിണം പൂർത്തിയാക്കി നിന്നെക്കാൾ മുന്നിലെത്തിയത് ഗണേശനാണ്. ഗണേശൻ മാമ്പഴം നേടിക്കഴിഞ്ഞു. അനുജ, നമ്മുടെ മാതാപിതാക്കളെ വലം വെച്ചാൽ ഉലകം മുഴുവൻ
ചുറ്റി വന്ന ഫലമാകില്ലേ? ഞാൻ അതേ ചെയ്തുള്ളൂ. ഉവ്വോ, അപ്പോ എല്ലാരും കൂടി ചേർന്നെന്നെ കബളിപ്പിക്കുകയായിരുന്നു, വിഡ്ഢിയാക്കുകയായിരുന്നു അല്ലേ? മുരുകനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു അല്ലേ? അനുജ, ക്ഷോഭിക്കരുത്. ദാ മാമ്പഴം നീ തന്നെ കഴിച്ചോളൂ. വേണ്ട, ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. എന്നെ പരിഹാസ്യനാക്കിയ മാമ്പഴം ഞാൻ സ്വീകരിക്കുകയില്ല. മകനെ മുരുക, വേണ്ട. നിങ്ങളൊക്കെ സ്നേഹം ഭാവിച്ച് എന്നെ അവഗണിക്കുകയാണ്. അങ്ങനെയുള്ളവരോടൊപ്പം ഞാൻ നിൽക്കില്ല. ഞാൻ പോവുകയാണ്. കുമാര, നീ എവിടെ പോകുന്നു? തത്വജ്ഞാനത്തിന്റെ ഗിരിശൃംഗത്തിലേക്ക്. നിങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു. എല്ലാം ത്യജിച്ച് ഒരു വൈരാഗിയായ ഭിക്ഷുവായി ജീവിക്കാൻ. അരുത് കുമാര, അരുത്, പോകരുത്. അനുജ, നമുക്ക് ബന്ധങ്ങളില്ലെന്ന് പറഞ്ഞില്ലേ? ആരും നമ്മെ തിരിച്ചു വിളിക്കരുത്. വരില്ല നാം. നമ്മെ കാണേണ്ടവർ ഇനി അവിടെ വന്നാൽ മതി. കുമാര, നാരായണ 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 നാരായണ. പ്രണാമം ദേവി ദേവന്മാരെ. പ്രണാമം ഗണേശകുമാര. എന്തേ ദേവി ദേവന്മാരും ഗണേശകുമാരനുമൊക്കെ മൗനം പാലിക്കുന്നു? ഞങ്ങൾക്ക് മാത്രമല്ല, കൈലാസത്തിലാകമാനം മൗനം വ്യാപിച്ചിരിക്കുകയാണ്. നാരദർക്ക് തൃപ്തിയടയാം. ലക്ഷ്യം സാധിച്ചല്ലോ. ഇത്തവണ കലഹത്തിനുള്ള പഴുതൊന്നും കരുതിയില്ലേ നാരദരെ? കരുതിക്കൊണ്ടുവന്ന പഴുത് ഒരു തീരുമാനത്തിലെത്താതെ ഇപ്പോഴും കയ്യിലുണ്ട്. മുരുകകുമാരനെ കാണാനില്ലല്ലോ. പഴുത്, കലഹം, ലക്ഷ്യസാധ്യം എന്നീ വാക്കുകളും കേട്ടു. മാമ്പഴം കാണുകയും ചെയ്തു. കൈലാസത്തിലൊരു കലഹം നടന്നു എന്ന് തന്നെ അനുമാനിക്കാം. അനുമാനത്തിൽ ഒതുക്കണ്ട, തീർത്തും ഉറപ്പിക്കാം. 2 പുത്രന്മാരുള്ള കൈലാസത്തിൽ നാരദർ കൊണ്ടുവന്നത് ഒരേ ഒരു മാമ്പഴം. അത് വിഭജിച്ച് കഴിക്കാൻ പാടില്ലെന്ന് നിബന്ധനയും വച്ചു. മാമ്പഴത്തിന്റെ മഹത്വം പറഞ്ഞ് ബാലകന്മാരെ വല്ലാതെ കൊതിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ മാമ്പഴം ഗണപതിക്ക് നേർച്ചയായി സങ്കല്പിച്ചതാണെന്ന പ്രസ്താവനയും. നാരദരെ, ഒരു കലഹത്തിന് ഇത്രയുമൊക്കെ കണ്ണികൾ ഇണക്കിയാൽ പോരെ? നാരായണ നാരായണ. നാരദർക്ക് മൊഴിയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. നാരദരുടെ വാക്ചാതുര്യൊക്കെ അസ്തമിച്ചതുപോലെ. അസ്തമിക്കുമല്ലോ. ഒരു മാമ്പഴം കരുവാക്കി നാരദൻ ഒരുക്കിയ ഗൂഢതന്ത്രം മൂലം മുരുകൻ കലഹിച്ച് പിണങ്ങിപ്പോയിരിക്കുകയാണ്. അങ്ങനെയും സംഭവിച്ചോ? നാരായണ നാരായണ. ഇപ്പോഴും ഒന്നും അറിയാത്ത പോലുള്ള ത്രികാലജ്ഞാനിയുടെ നിൽപ്പ് കണ്ടില്ലേ? മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ പോയി അനുജനെ ആശ്വസിപ്പിച്ച് മടക്കിക്കൊണ്ടുവന്നിരിക്കണം. അതെ, കലഹത്തിന് കാരണം തുടങ്ങി വച്ചവർ തന്നെ അത് അവസാനിപ്പിക്കട്ടെ. എന്താ നോക്കി നിൽക്കുന്നത്? ഈ ഗണേശന്റെ ശക്തി എന്താണെന്ന് ഒന്നുകൂടി അറിയിക്കണോ? അയ്യോ വേണ്ട വേണ്ട. നാം ഇപ്പോൾ തന്നെ പോയി കുമാരനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നാരായണ നാരായണ. മാമ്പഴം കിട്ടാത്ത വൈരാഗ്യത്തിൽ കഴിയുന്ന കുമാരനെ ആശ്വസിപ്പിക്കാൻ ചെന്നാൽ നമ്മെ ശപിച്ച് ഒരു ചീഞ്ഞളിഞ്ഞ മാമ്പഴം തന്നെ ആക്കില്ലെന്ന് ആര് കണ്ടു? എന്താ നാരദരെ, ഒരു സന്ദേഹം? ഏയ് ഒന്നുമില്ല. ശംഭോ മഹാദേവ. നാരായണ നാരായണ. ഓം സഹനാവവതു ഓം സഹനാവവതു
സഹനൗ ഭുനക്തു സഹനൗ ഭുനക്തു ഓം സഹനാവവതു ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹനൗ ഭുനക്തു തേജസ്വീന അവതീതമസ്തു തേജസ്വീനാവതീതമസ്തു ശാന്തി ശാന്തിഹി ശാന്തി 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 വേലു എണീക്ക. നാക്കും മൂക്കും ഇല്ലാത്തവൻ പാഠശാലയിൽ വരാൻ പാടുള്ളതല്ല. മറ്റു കുട്ടികൾ ശാന്തി മന്ത്രം ഏറ്റു ചൊല്ലുമ്പോൾ കൂട്ടത്തിലിരുന്ന് ഒരുവൻ അപശബ്ദമുണ്ടാക്കുന്നത് ദോഷകരമാണ്. സൽബുദ്ധിയും ഹൃദയശുദ്ധിയും പ്രദാനം ചെയ്യണമെന്ന മന്ത്രമാണ് ശാന്തി മന്ത്രം. നീ ശപിക്കപ്പെട്ട ജന്മമാണ്. അക്ഷരം പഠിക്കാനും മന്ത്രങ്ങൾ ചൊല്ലാനുമുള്ള യോഗമൊന്നും നിനക്ക് ഈ ജന്മത്തിലില്ല. നിന്റെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് ഒരു സഹതാപവും തോന്നുന്നില്ല. മേലിൽ പാഠശാലയിൽ വന്നു പോകരുത്. നിന്റെ കൂടെ വീട്ടിൽ നിന്ന് ആരാ വന്നിട്ടുള്ളത്? ഉണ്ട്. ആ, മീനും ഉണ്ടായിരുന്നോ? ഇവിടെ വരൂ. മീനിവനോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഇവനിവിടെ അയക്കരുതെന്ന്? ഞാനിവനോട് ഒത്തിരി വട്ടം പറഞ്ഞതാ. സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വരണ്ടെന്നും എല്ലാരും കളിയാക്കുമെന്നും. കളിയാക്കുക മാത്രമല്ല, ബാക്കി കുട്ടികൾക്ക് പഠിക്കണ്ടേ? ഇവന് വലിയ ആഗ്രഹമാണ് വിദ്യ അഭ്യസിക്കണമെന്ന്. വിദ്യ സരസ്വതിയല്ലേ, അരുതെന്ന് പറയാൻ മടിച്ചിട്ടാണ് വരണ്ടാന്ന് നിർബന്ധിക്കാത്തത്. നിന്റെ അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഇവനെ? എന്താ നിന്റെ അമ്മ ഊമയാണോ? ഊമ പെറ്റ ഊമ. ഞങ്ങളുടെ അമ്മ ഊമയൊന്നുമല്ല, നന്നായി സംസാരിക്കും. മുരുകഭക്ത കൂടിയാണ് അമ്മ. വേലുവിന് സംസാരിക്കാൻ കഴിയണേന്ന് എന്നും ബാലമുരുക ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും. എന്നിട്ടെന്താ ഇവൻ സംസാരിക്കാത്തത്? മുജ്ജന്മം ചെയ്ത പാപം കൊണ്ടാ. പലരെയും കഠിനമായ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതാ ഈ ജന്മം ബബ്ബാന്നായി പോയത്. ഇവർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കണമെങ്കിൽ ഈ ഊമ ഇവിടെ നിന്ന് പോയിരിക്കണം. വേലു, പാഠശാലയിൽ വരരുതെന്ന് ഗുരുനാഥൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ ഗുരുനാഥനെ കൊണ്ട് വഴക്ക് പറയിക്കുന്നത്? വേലു, നീ വാ. ഓം സഹനാവവതു. ശ്രീമുരുക, കാർത്തികേയ, വേലായുധ ഭഗവാനെ, ഊമയായ എന്റെ കുഞ്ഞിന് സംസാരിക്കാനുള്ള ശക്തി നൽകണേ ഭഗവാനെ. മറ്റുള്ള കുട്ടികളെ പോലെ പഠിക്കാനും പാടാനും കലപില കൂട്ടി കളിക്കാനും ഒക്കെയുള്ള ശക്തി എന്റെ വേലുവിന് നൽകണേ. എപ്പോഴെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ട് അവന്. ആ വിശ്വാസം കൊണ്ട് അവൻ പാഠശാലയിൽ പോയി മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഇരിക്കുന്നത്. വേദമന്ത്രങ്ങൾ കേൾക്കാനും പഠിക്കാനും ഉച്ചത്തിൽ ഉരുവിടാനുമൊക്കെ എന്താഗ്രഹമാണെന്നോ എന്റെ കുഞ്ഞിന്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കില്ലേ ഭഗവാനെ? അങ്ങ് വേലായുധനാണല്ലോ. അടിയന്റെ കുഞ്ഞിനും വേലായുധൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എല്ലാവരും വേലു എന്ന് വിളിക്കുന്നു. അവന്റെ നാവിന് ശബ്ദം കൊടുത്ത് അങ്ങയുടെ കയ്യിൽ വേലെന്നതുപോലെ അവന്റെ കയ്യിൽ ഒരെഴുത്താണിയും കൽപ്പിച്ചു നൽകി അനുഗ്രഹിക്കണേ മുരുക ഭഗവാനെ. അനുഗ്രഹിക്കണേ മുരുക ഭഗവാനെ. വള്ളി,
നേരം വെളുക്കണ്ട, അതിനു മുമ്പേ തുടങ്ങിക്കോളും മദ്യസേവയും കൂത്തും ഒക്കെ. അതൊക്കെ ഇരിക്കട്ടെ. എവിടായിരുന്നു നീ? ഞാൻ പൂജാമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു. ഓ, നിന്റെ ദൈവങ്ങൾക്ക് പട്ടാപ്പകലും കണ്ണു കാണാൻ കഴിയത്തില്ലടി. കൊടങ്കണക്കിന് എണ്ണ ഒഴിച്ചായിരിക്കും പ്രാർത്ഥനയൊക്കെ. ദൈവം നിന്ന് പറയരുത്. ഓ, പിന്നെ ദൈവനിന്ദ. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തു കൊണ്ടുവരുന്ന പണം നീ ദൈവപൂജ ചെയ്യുന്നു. ഭക്തി മുഴുവൻ നിന്റെയും പണം മുഴുവൻ എന്റെയും. അതൊക്കെ ദൈവങ്ങൾക്കറിയാടി. ഒരു പാപവും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ശാപം പിടിച്ച വേലു എവിടെടി? ഇന്നലെ കൊണ്ടുവന്ന വേരുകളും പച്ചിലകളും ഒക്കെ ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ടാവും. ഇടിക്കേണ്ടത് ഇടിക്കണം, പൊടിക്കേണ്ടത് പൊടിക്കണം, പിഴിയേണ്ടത് പിഴിയണം. വേലു എവിടെ? ഇങ്ങനെയുള്ള കടുത്ത പണിയൊക്കെ ആ മിണ്ടാപ്രാണിയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? വാശിയുണ്ടടി. ഊമയാണെന്ന് കരുതി മേലനങ്ങാതെ വളർത്തണോ? ആനക്കെടുപ്പത് ഭക്ഷണം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. അരുത്, ഇങ്ങനെയൊന്നും പറയരുത്. എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കാൻ പഠിക്കട്ടെ. അവൻ എവിടെ? അവൻ പാഠശാലയിൽ പോയിരിക്കുക. ഊമയ്ക്ക് വേണ്ടി പാഠശാലയും തുടങ്ങിയോ? എടി, നാക്കെടുക്കാൻ കഴിയാത്തവൻ പാഠശാലയിൽ പോയിട്ട് എന്താടി കാര്യം? വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനും പരിഹസിപ്പിക്കാനും വേണ്ടി ഒരു ജന്മം. ഞാൻ ഔഷധശാലയിലേക്ക് പോവുക. വന്നല്ലോ വിദ്യാർത്ഥി. ആട്ടുകട്ടിലി കിടത്തി താരാട്ടുപടി ഉറക്ക്. സർവവിദ്യകളും പഠിച്ചിട്ടാണല്ലോ വരവ്. ശാപജന്മം. മാറ്. അച്ഛനും ഇങ്ങനെ നാട്ടുകാരെ പോലെ ആയാ പിന്നെ എന്ത് ചെയ്യും അമ്മേ? ഗുരുനാഥൻ ശകാരിക്കുന്നു, കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കുന്നു. വീട്ടിൽ വന്നപ്പോഴോ ഇവൻ അച്ഛന്റെ വക കുത്തുവാക്കുകളും. എന്റെ മുരുകസ്വാമി, എല്ലാം അങ്ങ് കാണുന്നില്ലേ? കുട്ടിയുടെ നാവ് കൊണ്ട് മുരുകൻ സ്വാമി എന്നൊന്ന് വിളിച്ച് കേൾപ്പിച്ചുകൂടെ ഭഗവാനെ?